ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കണക്ക് വന്നിട്ടുണ്ടോ? താങ്കൾ നിയമമന്ത്രി എന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഹൈക്കോടതി തന്നെ അതിലൊരു പരാമർശം നടത്തി, ഇതിലും കണക്കിലൊക്കെ പൊരുത്തക്കേടാണ്. അങ്ങനെ ഹൈക്കോടതിക്ക് തോന്നാൻ ഭാഗത്തുള്ള ഒരു കണക്ക് കോടതിക്ക് മുമ്പിലേക്ക് എത്തി. അതൊരു അസാധാരണത്തുണ്ട്. അത് സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ആദ്യം ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടാവും. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഏത് പരിപാടിയാണെങ്കിലും ചിലതിന് ഇന്റേണൽ ഉണ്ടാവും, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടാവും. ഇന്റേണൽ ഓഡിറ്റിംഗ് ആകുമ്പോൾ അവരാദ്യം കണക്ക് നോക്കും, പരിശോധിക്കും, വൗച്ചറുകൾ പരിശോധിക്കും, റെക്കോർഡ് പരിശോധിക്കും. ഏതെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അവർ കുറിയിടും. അപ്പോൾ ആ സ്ഥാപനത്തിന് അത് സംബന്ധിച്ച് വിശദീകരണം നൽകാം. ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ അതിനനുസരിച്ച് അവർ മാറ്റം വരുത്തും. തൃപ്തികരമല്ലെങ്കിൽ അവർ നൽകുന്ന റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കും. അതിനടിസ്ഥാനപ്പെടുത്തി ചിലവിനാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിലത് CAG ഉണ്ടാവും. ഇത് സാധാരണ ഒരു ഓഡിറ്റർ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമവും ഒറ്റ നോട്ടത്തിൽ നിങ്ങളൊക്കെ അവതരിപ്പിച്ചനുസരിച്ചാണെങ്കിൽ ഓഡിറ്റർ മുഖ്യമന്ത്രി കിടക്കാൻ ഒരു കട്ടിൽ ഓഡിറ്റർ കണ്ടെത്തിയെന്ന്. പക്ഷെ ഓഡിറ്റർ അതുപോലും നിങ്ങൾ ചിലർ ആഡ് ചെയ്യാണ്. ഇപ്പം അത് അവിടെ എല്ലാം തോന്നുന്നു. എന്ന് വെച്ചാൽ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിക്ക് കിടക്കാൻ പ്രത്യേക കട്ടിൽ ഇതാണ്. അപ്പം തന്നെ വേറെ സിദ്ധാന്തം ഉമ്മൻചാണ്ടി കിടക്കുന്ന കട്ടിൽ റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് വെച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ അനാലിസിസ് ചെയ്യുന്ന ഏജൻസികളുടെ ഫീസ് ഈടാക്കുന്നതിൻ്റെ പ്രധാന കമ്പോണൻറ്റ് മീഡിയ മാനേജ്മെൻറ്റിനാണ്. അത് ചിലപ്പോൾ 50 കോടി 100 കോടിയൊക്കെ മീഡിയ മാനേജ്മെൻറ്റിന് ചെലവഴിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവർ തന്നെ ആദ്യം ഒരു നിർമ്മിതി ഉണ്ടാവും. ആ നിർമ്മിതിയുടെ പ്രതികരണങ്ങൾ വരും. അതങ്ങ് തുറന്നു കാട്ടപ്പെടുമ്പോഴേക്കും അടുത്തേക്ക് വരും. അപ്പോൾ നമ്മളിതിപ്പോൾ സഭയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചില്ലേ. ഇപ്പോൾ വളരെ ഗൗരവമായൊരു പ്രശ്നം ഞാൻ പറഞ്ഞു. ഈ ശബരിമല കേസിൽ അകത്ത് കിടക്കുന്ന പ്രധാന പ്രതി അദ്ദേഹത്തിൻ്റെ 2 കോടിയോ മറ്റോ എവിടെ നിക്ഷേപിച്ച് കാണാനില്ല എന്ന് ഇപ്പോൾ വാർത്തകൾ കാണുകയുണ്ടായി. അത് പോയ സ്ഥലത്തുനിന്ന് ഒരാൾ ഇതാണോന്ന് അറിയില്ല, അതേ എമൗണ്ട് ഒരു MP കൊടുത്തതായിട്ട് പറയുന്നു. MP അത്രയില്ല, പണം കിട്ടിയെന്ന് പറയുന്നു. ആ MP തന്നെ ഈ 3 പ്രതികൾ ഒന്നിച്ച് സോണിയാഗാന്ധിക്ക് ഒപ്പമുണ്ട്. ഇത് സാധാരണഗതിയിൽ നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ പോകേണ്ട വഴിയാണ്, പക്ഷെ അത് കാണുന്നേയില്ല. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഈ നിർമ്മിതികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ദിവസത്തെ ആയുസ് മാത്രമുള്ള നുണകളുടെ ആഘോഷം കൊണ്ട് വിസ്മയം തീർക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ മൂഢന്മാരുടെ സ്വർഗത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്. നിയമമന്ത്രി P. രാജീവാണ് മാധ്യമങ്ങളെ കണ്ടത്.